നമസ്കാരം സുഹൃത്തുക്കളെ, തൃശ്ശൂർ ലാലൂർ ഹാച്ചറി ആൻഡ് പോൾട്രി ഫാമിൻ്റെ ഹാച്ചിങ് ഡേയുടെ വിശേഷങ്ങളാണ് ഇന്ന് കാണിക്കുന്നത്. ഇന്ന് 22 ഓഗസ്റ്റ് 2026 ഹാച്ചിങ് ഡേ, ശനിയാഴ്ച. വിരിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ കാണുന്നതെല്ലാം തനി നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ്. അടയിരുന്ന് വിരിയിപ്പിക്കാൻ ശേഷിയുള്ള തനി നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ. പല വർണ്ണത്തിലുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് തനി നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ. ഓക്കെ, നമ്മുടെ ഹാച്ചറിയിലെ എല്ലാ ആഴ്ചകളിലും തനി നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിരിയുന്നതായിരിക്കും. അത് കൂടുതലായിട്ട് ബൾക്കായിട്ട് ആവശ്യമുള്ളവർക്ക് അതിനനുസരിച്ച് ഉണ്ടാകും. എല്ലാം ബുക്കിങ്ങിനനുസരിച്ചാണ് ഉണ്ടാവുക. ഓരോ ആഴ്ചയിലും ഒരു 600-700 നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നതായിരിക്കും. ഈ കാണുന്നത്, വീഡിയോയിൽ കാണുന്നത് ഗ്രാമശ്രീ കോഴിക്കുഞ്ഞുങ്ങളാണ്. എല്ലാം മുട്ടക്കോഴികളാണ്, ഗ്രാമശ്രീ ഇനം കോഴിക്കുഞ്ഞുങ്ങളാണ്. ഈ കാണുന്നതെല്ലാം നെയ്ക്കഡ് നെക്ക് കോഴിക്കുഞ്ഞുങ്ങളാണ്. നെയ്ക്കഡ് നെക്കാണ്. കഴുത്തിൽ തോലില്ലാത്ത ഇനം, മുട്ട കൂടുതലിടുന്ന ഇനമാണ്. ഇതെല്ലാം ന്യൂ ഹാംഷെയർ ആണ്. മുട്ടയ്ക്കായും ഇറച്ചിക്കായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന നല്ല രീതിയിൽ ഇറച്ചിയും മുട്ടയും തരുന്ന കോഴികളാണ്. വിദേശ ഇനം കോഴികളാണ്. ഇതെല്ലാം ഓസ്ട്ലോപ്പ് കോഴികളാണ്. ഓസ്ട്രേലിയൻ ബ്രീഡ്. ഇവയും കൂടുതൽ മുട്ടയിടുന്നതാണ്. 250-300 ഇടയിൽ മുട്ടയിടുന്ന മുട്ടക്കോഴികളാണ്. ഇറച്ചിക്കായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. നമ്മുടെ സാധാരണ നാടൻ കോഴിയേക്കാളും കൂടുതൽ വലിപ്പം ഉള്ള കോഴികളാണ്. കറുപ്പ് കളറുള്ള ഓസ്ട്രേലിയൻ ബ്രീഡാണിത്, ഓസ്ട്ലോപ്പ്. ഈ കാണുന്നത് RIR കോഴികളാണ്, മുട്ടക്കോഴികളാണ്. RIR, റോഡ് ഐലൻഡ് റെഡ്. 250-300 ഇടയിൽ ഒരു വർഷം മുട്ടയിടുന്ന കോഴികളാണ് RIR. മുട്ടയ്ക്കായും ഇറച്ചിക്കായും ഇവയെ വളർത്താവുന്നതാണ്. ഇതെല്ലാം പലതരം ഫാൻസി കോഴികളാണ്. പോളിഷ് ക്യാപ്പ്, എല്ലാം പോളിഷ് ക്യാപ്പാണ്. പലതരത്തിലുള്ള പോളിഷ് ക്യാപ്പുകൾ. ഇവയെല്ലാം ബ്രഹ്മ. ഇത് കൊളംബിയൻ ബ്രഹ്മ. ഇത് ഗോൾഡൻ ബ്രഹ്മ. പലതരത്തിലുള്ള ബ്രഹ്മകളാണ്. പിന്നെ ഇതെല്ലാം മില്ലി ഫ്ലോർ. വളരെ ചെറിയ സൈസ് ഉണ്ടാവുള്ളൂ. എത്ര വളർന്നാലും വളരെ ചെറിയ കോഴികളായി കാണപ്പെടുന്നു. കാലുമേൽ എല്ലാം തൂവലുകളോട് കൂടിയ കോഴികളാണ് മില്ലി ഫ്ലോർ. ഇതെല്ലാം മില്ലി ഫ്ലോറാണ്. ഇത് OEG, ഓൾഡ് ഇംഗ്ലീഷ് ഗെയിം എന്ന് പറയും. നല്ല ഭംഗിയുള്ള ഫാൻസി കോഴികളാണ്, ഓൾഡ് ഇംഗ്ലീഷ് ഗെയിം. ഓക്കെ, ഇതെല്ലാം ഗിരിരാജ കോഴിക്കുഞ്ഞുങ്ങളാണ്. ഗിരിരാജ ഇറച്ചിക്കായിട്ട് പ്രാധാന്യം കൊടുക്കുന്ന, പെട്ടെന്ന് തന്നെ വലുപ്പം വരുന്ന ഇറച്ചിക്കോഴികളായിട്ട് വളർത്താൻ പറ്റുന്ന കോഴികളാണ് ഗിരിരാജ കോഴികൾ. ഇതെല്ലാം കരിങ്കോഴികളാണ്. കടക്കണാത് കരിങ്കോഴി കുഞ്ഞുങ്ങളാണ്. ഇതെല്ലാം അസീൽ പൂരുകോഴികളാണ്. അസീലാണ് പൂരുകോഴികൾ. അസീലിൽ കത്തിക്കാല് എന്ന് പറഞ്ഞ ഇനത്തിലുള്ളതാണ്. ഇതെല്ലാം ത്രിവേണി മുട്ടക്കോഴികളാണ്. ത്രിവേണി, അതായത് നമ്മുടെ തലശ്ശേരി കോഴികളും നാടൻ കോഴികളും RIR മുട്ടക്കോഴികളും വൈറ്റ് ലഗോൺ കോഴികളുടെയും സങ്കരയിനം മുട്ടക്കോഴികളാണ് ത്രിവേണി മുട്ടക്കോഴികൾ. ഇവ കൂടുതൽ മുട്ട ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്നു. അടയിരിക്കാറില്ല. ഇതൊക്കെ ഇവിടെ വിരിഞ്ഞ കുട്ടനാടൻ താറാവുകളാണ്.
കുട്ടനാടൻ താറാവ് കുഞ്ഞുങ്ങളാണ്. ചാര ചെമ്പല്ലി ഇനത്തിൽപ്പെട്ടതാണ്.